ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദേനെ കാണാൻ വേണ്ടി അച്ഛനും വിക്രമും കൂടി വേദയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. വേദ ഇവരെ കണ്ടപ്പോൾ വലിയ സന്തോഷമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ശങ്കരനാരായണനോട് പറയുകയാണ്, ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഇവർ പരസ്പരം പറഞ്ഞ് തീർക്കട്ടെ, വിക്രം വേദയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അവർ സംസാരിക്കട്ടെ, നമുക്കിവിടെ ഇരിക്കാം. അങ്ങനെ വേദയുടെ അടുത്ത് വിക്രം ചെല്ലുകയാണ്. വിക്രം ചെല്ലുമ്പോൾ തന്നെ വേദ ചിരിക്കുന്നൊന്നുമില്ല, ആകെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇനിയെങ്കിലും ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ളൊരു സമാധാനം തരണം നിങ്ങളെന്ന് പറയുകയാണ് കേട്ടോ. വേദ പറയണ്ടേ, വേദ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് നീ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ 1 വർഷം ഞാൻ നിങ്ങളെ സഹിച്ചാണ് ആ വീട്ടിൽ ജീവിച്ചത്. ഇനി എനിക്ക് വയ്യ, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നതെന്നൊക്കെ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് കേട്ടോ. വിക്രത്തിന് പറയാനുള്ളതൊന്നും കേൾക്കാൻ വേദ കൂട്ടാക്കുന്നില്ല. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് വേദ പറയാന്ന് കേട്ടോ. വിക്രം വളരെ വിഷമത്തോടു കൂടിയിട്ടായാലും വേദയുടെ മുന്നിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ തന്നെ മാഷിന് മനസ്സിലായി, തൻ്റെ മകൻ സംസാരിച്ചതൊന്നും വേദ കേട്ടിട്ടില്ല. ഇനി തൻ്റെ ഊഴാണ്, ഞാൻ പോയി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷ് വേദയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ. വേദ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മാഷ്. വേദ വേഗം ചെന്ന് മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലും. ചെന്ന വഴിക്ക് തന്നെ പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നെ ഒരു മരുമകളായിട്ടല്ല കണ്ടിരിക്കണത്, എൻ്റെ സ്വന്തം മോളെ പോലെ കണ്ടിരിക്കണത്. ആർക്കും കൊടുക്കാത്ത സ്നേഹം ഞാൻ നിനക്ക് തന്നു. നീയാണ് എൻ്റെ മകൻ്റെ എനിക്ക് തിരിച്ചു തന്നത് തന്നെ. എല്ലാം ഞാൻ നിന്നിൽ കടപ്പെട്ടിരിക്കുകയാണ്. നീ ഒരിക്കലും ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കൂടെ എൻ്റെ മകൻ വർക്ക് ചെയ്യണു എന്നുള്ള ഇതിലല്ല നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 1 വർഷം അവളുടെ കൂടെ നീ ജീവിക്കുമ്പോഴും അവൻ ആ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കൂടെ തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നതും വർക്ക് ചെയ്തതും. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നം നിനക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാരണം കൊണ്ടല്ല നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി മോളെ. നീ തിരിച്ചു വരണം. അവൻ ഈ ഇലക്ഷൻ കഴിയണ വരെ മാത്രം അയാളുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരിക്കലും അയാളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എൻ്റെ മകൻ്റെ വാക്ക് എനിക്ക് അത്ര അധികം വിശ്വാസമാണ് മോളെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. വേദ അപ്പോഴൊന്നും മറുപടി പറയുന്നില്ല. വേദയോട് പിന്നെയും മാഷ് പറയുന്നുണ്ട്, നീ ഈ ഒരു കാരണം കൊണ്ടല്ല അവിടെ നിന്ന് പോയെന്ന് അച്ഛന് മനസ്സിലായി. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, അതെന്താണെന്ന് അച്ഛനോട് പറയണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇത്ര മാത്രം പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അതല്ലേ അച്ഛൻ നല്ലത്, ഞാൻ അവിടെ നിൽക്കുന്നതിലും എന്ന് പറയുകയാണ് വേദ. അപ്പോൾ തന്നെ മാഷിന് മനസ്സിലാവുന്നുണ്ട്, ഇതൊന്നും അല്ല കാരണം, വേറെ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പോരാ നേരത്ത് മാഷ് പറയുന്നുണ്ട്, മോളെ നീ എന്നോട് ഇത് തുറന്നു പറയുന്നില്ല. അച്ഛൻ എന്താണ് സത്യം എന്ന് കണ്ട് തിരിച്ചറിയുന്ന ഒരു ദിവസം നിന്നെ വിളിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് വരണ കണ്ടപ്പോഴും വിക്രം പറയുന്നുണ്ട്, ഇത്രയും കാലം അച്ഛൻ അവളോട് പോയി രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളൊന്നും പറയാതെ തന്നെ അവൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയില്ല അച്ഛാന്ന് പറയുകയാണ് കേട്ടോ. ചിരിച്ചുകൊണ്ട് നമ്മുടെ വിക്രം നടന്നു പോവാണ്. ഇവർ തിരിച്ചെത്തണ വരെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ കമലം വന്ന വഴിക്ക് തന്നെ ചോദിക്കുന്നുണ്ട് മാഷിനോട്, എന്തായി മാഷെ, വേദയെ കണ്ടോ, സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് പറയും, ഒന്നും നടന്നില്ല, അവൾ ഇവനെ വേണ്ട എന്നാ പറയണേന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമലത്തിൻ്റെ കയ്യിൽ ഒരു കവർ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ വേദ അയച്ച ഡൈവേഴ്സ് നോട്ടീസാണ്. അപ്പോൾ അതും പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രീജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ കയ്യിലെന്ന് ചോദിക്കും. അപ്പോൾ പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞ് ശ്രീജ അത് പൊട്ടിച്ച് വായിക്കുമ്പോൾ ഡൈവേഴ്സ് നോട്ടീസാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നന്ദിനി വന്നിട്ട് പറയും, അവൾ ഇതെല്ലാം കണ്ടറിഞ്ഞിട്ടാണ് ഈ ചെയ്തേക്കണത്. അവൾക്ക് വിക്രത്തിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാന്ന് തോന്നണം അമ്മ, അതാണ്. നീ അവനോട് പറയേ, ഈ വേദന ഓർത്തിരിക്കണ നേരം കൊണ്ട് അവനെന്ന് വെച്ച് ജീവനായിട്ട് നടക്കുന്ന രാധേനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറയുന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജയും കമലവും നന്ദിനിനെ ചീത്ത പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം അന്വേഷിക്കുക, നീ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ടെന്ന് അപ്പോൾ കമലം പറയുന്നുണ്ട് കേട്ടോ.
കമലം ഈ ഡൈവേഴ്സിൻ്റെ നോട്ടീസായിട്ട് നമ്മുടെ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മാഷിനോട് പറയും വേദ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചേക്കണമെന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അമ്മ അയച്ചത്, അല്ല അവൾക്ക് അങ്ങനെ അയക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ വിക്രം പറയുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ വേദയുടെ വീട്ടിലാണെങ്കിൽ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഡൈവേഴ്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പറയുകയാണ് കേട്ടോ വേദയോട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരുന്ന ദീപ്തി പറയുന്നുണ്ട് ചേച്ചി വിക്രമേട്ടന് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചോ, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീനാഥ് പറയുന്നുണ്ട് അതൊക്കെ അവളുടെ ഒറ്റ ഇഷ്ടമല്ലേ, നീ എന്തിനാ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണേ, ഇപ്പോഴാണ് എൻ്റെ അനിയത്തിക്ക് ബോധം വന്നത്, അവൾ ഡൈവേഴ്സായി അവൾ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് അവളെ അയക്കും, ഇനി അവൾ അച്ഛനും ചേട്ടനൊക്കെ പറയണ കേട്ടാണ് ജീവിക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ ശ്രീകാന്തിനെ ഒരു സൂക്ഷിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് പോയതിന് ശേഷം നമ്മുടെ ദീപ്തി ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ദീപ്തിയോട് പറയും ഇതെൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതാണ്, നീ ഇതിൽ കൂടുതലൊന്നും ഇടപെടണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം വരികയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ വേദ റൂമിൽ വന്ന് പൊട്ടിക്കരയാണ്, സ്വയം പറയാണ് വിക്രം ഇതെൻ്റെ ഇഷ്ടപ്രകാരമല്ല വിക്രം ഞാൻ അയച്ചത്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ അയച്ചത്, എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് സ്വയം പറയുകയാണ് കേട്ടോ നമ്മുടെ വേദ. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.